Good morning, teacher. Bhavya, അനാമിക. എനിക്കൊരു ലൈൻ സെറ്റായി കേട്ടോ. ആരോട് എവിടെ വീട്? അർജുന പേര്. അവനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ടതാ. ആളെ കണ്ട് പാവമാണ്. പാവൊക്കെ തന്നെ, പക്ഷെ വെച്ച് ടോക്സിക്കാണ് തോന്നുന്നത്. അത് ഈ ജനറേഷന് കേട്ടോ, അതങ്ങ് മാറിപ്പോയി. മോളെ, ആ ചായ കുടിക്കാം. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. നീ വന്നപ്പോ തന്നെ ഫോണിനകത്താണോ? കൊറേ ആയി കേട്ടോ, ഫോണിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവനത് പോയി തരുമോ? എന്നാ ചായ വേണം കുടിക്കും. വന്നപ്പോ തന്നെ ഫോണില്ല അവള്. ഹലോ, ഞാൻ എത്രയായിട്ട് നിന്നെ വിളിക്കുക? നീ എന്തോ ചെയ്യുമായിരുന്നു ഇത്ര നേരം? അത് ചേട്ടാ, എനിക്ക് നാളെ എക്സാമാ, ഞാൻ പഠിക്കുമായിരുന്നു. ഈ പഠിച്ചിട്ട് നിനക്ക് എന്തോ ചെയ്യാനാ? ചേട്ടാ, പഠിച്ചാലല്ലേ എനിക്ക് നല്ലൊരു ജോലി കിട്ടൂ. നിനക്കെന്തിനാ ഇപ്പൊ ജോലി? ഞാൻ പറയുന്നതായിട്ട് നീ അങ്ങ് ജീവിച്ചാ മതി. ചേട്ടാ, അത് എന്തത്? ഇത്ര നേരം നീ ആരോട് കൊഞ്ചു കഴിഞ്ഞോണ്ടിരിക്കുവായിരുന്നു? അത് പിന്നെ എന്റെ കൂട്ടുകാരി എന്നോട് ഡൗട്ട് ചോദിക്കാൻ വിളിച്ച്. കൂട്ടുകാരിയോ അതോ കൂട്ടുകാരനോ? കൂട്ടുകാരിയോ ചേട്ടാ, എക്സാം ആയതുകൊണ്ട് എന്നോട് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. ചേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? അവളും അവളുടെ ഒരു കൂട്ടുകാരിയും. ശരി. ഹലോ എടി, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഭയങ്കര ടോക്സിക്കാ. വെറുതെ എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നെ സംശയിക്കുക. എനിക്ക് ഈ റിലേഷൻ മുമ്പോട്ട് പോകാൻ പറ്റുന്നതേ ഇല്ല. ശരിയടി, ഞാൻ അവനോട് പറയാം. ഹലോ, നമുക്ക് ഈ റിലേഷൻ നിർത്താം. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്ത് നിർത്താനോ? ഞാൻ പറയുന്നതായിട്ട് ജീവിച്ചാ മതി നീ അങ്ങ്. ഇത്ര നാൾ നീ പറയുന്ന കേട്ട് ഞാൻ ജീവിച്ചു. ഇനി നീ പറയുന്ന കേട്ട് ജീവിക്കാൻ എനിക്ക് ഒക്കത്തില്ല. പറ്റത്തില്ലെങ്കിലേ നീ ഇപ്പൊ വൈറലാവും. കാണണോ? എന്താ? നിന്റെ ഫോട്ടോ ഇപ്പൊ ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോവാ. ഓക്കെ, ശരി എന്നാ. ഹലോ, അവൻ എന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ നാട്ടുകാരൊക്കെ മുഖത്ത് നോക്കും? ഞാനിനി എന്തോ ചെയ്യേണ്ട ദൈവമേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി എന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അയ്യോ മോളെ, നീ എന്താ കാണില്ല മോളെ? എനിക്ക് എന്താ പറ്റിയേ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളറിയാതെ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവ ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ ഫോട്ടോ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. മോള് പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അമ്മ ഇത് നോക്ക്. കുഴപ്പമില്ല മോളെ, നമുക്കിത് പോലീസിനെ അറിയിക്കാം. എത്ര നാളെ റിലേഷൻ തുടങ്ങിയിട്ട്? 2-3 മാസമായി കാണും. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ടോക്സിക് റിലേഷനെ പറ്റി. ടോക്സിക്കായിട്ട് പെരുമാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ടോക്സിക്കായിട്ട് തോന്നിയിട്ടില്ലേ? ഇപ്പൊ അവൻ ഭയങ്കര സംശയരോഗിയായി. എനിക്ക് ഒട്ടും പറ്റാതായി. റിലേഷൻ നിർത്താന്ന് പറഞ്ഞപ്പോ എന്റെ ഫോട്ടോ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക. നമ്മളിതിന് പരിഹാരം കണ്ടിരിക്കും. ഇതുപോലത്തെ ഒത്തിരി കേസ് വന്നിട്ടുണ്ട്. അവ ഒന്നും ചെയ്യാൻ പോയില്ല. സാറേ, എന്റെ മോൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കുക. അവളിപ്പം ഈ ഒരു പ്രശ്നം കാരണം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. ഇത് പുറത്തിറങ്ങിയ വലിയ വിഷയമാവും സാറേ. ഒന്നും പേടിക്കണ്ട, ഇത് പുറത്തല്ലേ നമ്മൾ കൈകാര്യം ചെയ്തോളും. പിന്നെ മോളെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അവന്റെ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം ഞങ്ങൾ കൂട്ടിക്കൊള്ളവനെ. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളോടാണ്. നാം ഇന്ന് ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇതിലൂടെ ധാരാളം പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതാകുന്ന വാർത്തകൾ നാം കേൾക്കുന്നുണ്ടല്ലോ. യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നോ പറയേണ്ടിടത്ത് നോ പറയാനുമുള്ള ധൈര്യമില്ലാത്തതാണ് ഇതിന് കാരണം. അതിനാൽ നാം ഓരോ പെൺകുട്ടികളും യെസ് പറയേണ്ടിടത്ത് യെസ് പറയാനും നോ പറയേണ്ടിടത്ത് നോ പറയാനും ശീലമാക്കേണ്ടതുണ്ട്. നന്ദി.